ഇന്നത്തെ വീഡിയോയിൽ കേരള വംശ ചക്രവർത്തിമാരായ രാമവർമ്മ കുലശേഖര ചക്രവർത്തിയെക്കുറിച്ചും ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയെക്കുറിച്ചും മനസ്സിലാക്കാം. രാജശേഖര ചക്രവർത്തിക്ക് ശേഷം രാമവർമ്മ കുലശേഖര ചക്രവർത്തി ക്രിസ്തുവർഷം 827 കൊല്ലവർഷം 2-ാം ആണ്ട് മുതൽ രാജ്യം ഭരിച്ചു തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നായിരുന്നു. വിദ്വത്വം കൊണ്ടും വിഷ്ണുഭക്തി കൊണ്ടും മറ്റു ഗുണങ്ങൾ കൊണ്ടും കുലശേഖരവർമ്മ പെരുമാളോട് തുല്യനായിരുന്നതിനാൽ ജനങ്ങൾ ഇദ്ദേഹത്തിന് കുലശേഖരൻ എന്ന സ്ഥാനപ്പേര് നൽകി. ആചാര്യ സ്വാമികളുടെ കാലശേഷം കേരളത്തിൽ സംസ്കൃത വിദ്യാഭ്യാസത്തിനുള്ള താൽപ്പര്യം വർദ്ധിച്ചതോടെ സംസ്കൃത വിദ്യാഭ്യാസം പൊതുജനങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇതിനായി പല വിദ്വാൻമാരെയും തലസ്ഥാന പട്ടണത്തിൽ വരുത്തി സ്ഥിരമായി ശമ്പളം കൊടുത്ത് താമസിപ്പിച്ചിരുന്നു. അങ്ങനെ രാമവർമ്മ കുലശേഖര ചക്രവർത്തിയുടെ കീഴിൽ അക്കാലത്തുണ്ടായിരുന്ന വിദ്വാൻമാരിൽ ചിലർ നിർമ്മിച്ച സംസ്കൃത ഭാഷാ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും പ്രസിദ്ധങ്ങളായിട്ടുണ്ട്. ആ വിദ്വാൻമാരിൽ ഒരാളായ പട്ടത്തു വാസുദേവ ഭട്ടതിരി എന്ന പണ്ഡിതൻ വളരെ പ്രസിദ്ധനായ ഒരു മഹാകവിയും ആയിരുന്നു. സംസ്കൃത ഭാഷയിൽ ഒരു പുതിയ രീതിയിൽ യുധിഷ്ഠിര വിജയം എന്നും ത്രിപുരദഹനം എന്നും 2 കാവ്യങ്ങൾ ഈ മഹാകവി നിർമ്മിച്ചിട്ടുണ്ട്. ഈ കവിതകൾക്കുള്ള അസാമാന്യ വിശേഷം നിമിത്തം ഈ കവിതകൾ കാശ്മീര രാജ്യത്ത് പോലും പ്രസിദ്ധമായി തീർന്നിരുന്നു. വിദ്വാൻമാരെയും വിദ്യാഭ്യാസത്തെയും പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരുന്ന രാമവർമ്മ കുലശേഖര ചക്രവർത്തി ക്രിസ്തുവർഷം 857 കൊല്ലവർഷം 32-ാം ആണ്ട് വരെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഭാസ്കര രവിവർമ്മ എന്ന പേരിൽ 2 ചക്രവർത്തിമാർ വീരകേരള വംശത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരിൽ ആദ്യത്തെ ഭാസ്കര രവിവർമ്മ ചക്രവർത്തി ക്രിസ്തുവർഷം 859 കൊല്ലവർഷം 34-ാം ആണ്ട് തൊട്ടാണ് രാജ്യം ഭരിച്ചത്. ഈ മഹാരാജാവ് നാട്ടിലെ കൃഷി, കച്ചവടം, കൈത്തൊഴിൽ എന്നിവയിലും ജനങ്ങളുടെ ഇടയിൽ കായിക അഭ്യാസവും ആയുധ അഭ്യാസവും പ്രചരിപ്പിക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. തിരുവഞ്ചിക്കുളം പട്ടണത്തിനടുത്തുള്ള മുജിരിക്കോട് എന്ന പ്രദേശത്ത് നേരത്തെ തന്നെ പല ജൂതന്മാരും കച്ചവടത്തിനായി കുടിയേറി പാർത്തിരുന്നു. അവരിൽ പലരും കച്ചവടത്തിന് പുറമെ പലതരം കൈത്തൊഴിലുകളിലും സാമർഥ്യമുള്ളവരായിരുന്നു. ഭാസ്കര രവിവർമ്മ രാജാവ് അവർ നടത്തി വന്ന ആ വ്യവസായത്തെപ്പറ്റി അവരെ വളരെ അഭിനന്ദിക്കുകയും ആ ജൂതന്മാരിൽ പ്രധാനിയായിരുന്ന ഈസുപ്പ് റപ്പാന് 5 വണ്ണം എന്ന് പറഞ്ഞിരുന്ന കൈത്തൊഴിലിൻ്റെ മേൽക്കോയ്മ സ്ഥാനവും അതോടുകൂടി പല പദവികളും ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കൽപ്പിച്ചു കൊടുത്ത പദവികളെല്ലാം ആ ജൂത പ്രമാണിക്ക് വംശപരമ്പരയായി തന്നെ അനുഭവിക്കത്തക്ക വിധത്തിലുമായിരുന്നു. അകമ്പടിക്കാർ, വാഹനം ചുമക്കുന്നവർ, പകൽ വിളക്ക്, പാവാട, അന്തോളം, അലക്കുകട, വടുകപ്പറ, കാഹളം, ഇടുവടി തുടങ്ങിയ വാദ്യങ്ങൾ, തോരണം, തോരണവിധാനം എന്നിവയും തൊഴിൽക്കാരായ 72 വീട്ടുകാരുടെ മേൽക്കോയ്മ സ്ഥാനവും അനുവദിച്ചു കൊടുത്തിരുന്നു. അതുകൂടാതെ അക്കാലത്ത് കച്ചവടക്കാരോടും മറ്റും ആദായത്തിൻ്റെ ചെറിയൊരംശം രാജഭോഗമായി പിരിച്ചിരുന്നത് ആ ജൂത പ്രമാണിക്കും അയാളുടെ സന്തതി പരമ്പരയ്ക്കും വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾക്ക് സിദ്ധിച്ച ഈ സ്ഥാനമാനങ്ങളെല്ലാം മധ്യ കേരളത്തിന് പുറമെ അയൽ രാജ്യങ്ങളിലും വകവെച്ചു കൊടുക്കുന്നതിനായി ഈ വിവരം അയൽ രാജാക്കന്മാരെയും അറിയിച്ചതായിട്ട് ആ രേഖയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കച്ചവടം, കൈത്തൊഴിൽ ഇവയുടെ പുരോഗമനത്തിന് വേണ്ടി അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതിനും പുറമെ അളവ്, തൂക്കം എന്നിവ കണക്കാക്കുന്നതിന് അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ, കട്ടികൾ തുടങ്ങിയവ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തുകയും അതിന് രാജ്യത്തെല്ലാം ഐക്യരൂപം വരുത്തുകയും ചെയ്തു. ഭരണകാര്യങ്ങളിൽ ജാഗ്രത കാണിച്ചിരുന്ന ഈ രാജാവ് ജനങ്ങൾക്ക് ഈശ്വരവിശ്വാസവും ഭക്തിയും ഉണ്ടാകുന്നതിനായി രാജ്യത്തിൽ പലയിടത്തും പുതിയ ക്ഷേത്രങ്ങൾ പണിയിക്കുകയും അവിടെ പൂജകൾ നടത്തുന്നതിന് വേണ്ട സ്വത്തുക്കൾ നീക്കിവെക്കുകയും ചെയ്തിരുന്നു.
തൻ്റെ ഭരണകാലത്ത് രാജ്യത്ത് പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയ ഭാസ്കര രവിവർമ്മ ചക്രവർത്തി 37 വർഷത്തോളം രാജ്യം ഭരിച്ചിട്ടുണ്ട്.